നല്ല വെയിറ്റ് ഉള്ള ഒരു നങ്കൂരം കെട്ടി വെക്കുന്നുണ്ട്. നമ്മുടെ ചാൾസ് പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും അവസാനമായിട്ട് പറയാനുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ഫിന്നിന് ഏതാണ്ട് തീരുമാനമായി എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഫിന്ന് പറയാണ്, ഒരു കാര്യം പറയാണ്ട്, ടെസ്സിനോട് അവൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞേക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ചാൾസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ പറഞ്ഞേക്കാന്ന് പറയുന്നുണ്ട്. അല്ല ഈ ഒരു ടെസ് ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവൻ പറയാണ്, ടെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വൈഫാണ്, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഞാനിങ്ങനെ ഈ ഒരു നിധിയുടെ പുറകെ നടക്കുന്നതുകൊണ്ട് തന്നെ അവൾ എന്നെ നാളെ രാവിലെ 10 മണിക്ക് ഡിവോഴ്സ് ചെയ്യാനായിട്ട് പോവാണ്. ഡിവോഴ്സ് നോട്ടീസ് ഒക്കെ അയച്ചിട്ട് കുറച്ച് കാലമായി. നാളെ രാവിലെ അവിടെ പോയിട്ട് എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഡിവോഴ്സ് ഒന്ന് ഒഴിവാക്കണം. അതുവരെ നിങ്ങൾക്ക് എനിക്ക് സമയം തന്നൂടെ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ മൈക്ക് പറയുന്നുണ്ട്, ചത്ത കളിക്കുന്നതിനാ കൂട്, അതുകൊണ്ട് നീ സമാധാനമായിട്ട് മരിച്ചോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോ മൈക്കും ചാൾസും കൂടിയിട്ട് അവനെ പിടിച്ചിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഉന്തിയിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൻ ഒരു വിധത്തിലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു മീനിട്ട് വയ്ക്കുന്ന ബോക്സ് എടുത്തിട്ട് ഇപ്പോ ചാൾസിന്റെ മുഖത്തേക്ക് തന്നെ ഒന്ന് കൊടുക്കുകയാണ്. അവന്റെ മുഖത്ത് കെട്ടിയിട്ട് ആ ഒരു മീനിന്റെ ബോക്സ് അവന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് ഇപ്പൊ കടലിലേക്ക് പോകുന്നുണ്ട്. ചാൾസ് ഇപ്പൊ അവിടെ വീണിട്ടുണ്ട്. ചാൾസ് ഇപ്പോ മൈക്കിനോട് വിളിച്ചു പറയാണ്, അവനെ ഷൂട്ട് ചെയ്യടാന്ന് പറയുന്നുണ്ട്. പക്ഷേ മൈക്ക് അവന്റെ അരയിൽ തപ്പി നോക്കുന്ന സമയത്ത് ഗണ്ണ് കാണുന്നില്ല. കാരണം ഈ ഒരു ഫൈറ്റിന്റെ ഇടയിൽ നമ്മുടെ ഫിന്ന് ആ ഒരു ഗണ്ണ് മൈക്കിന്റെ അരയിൽ നിന്ന് നൈസായിട്ട് അവനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു ബോട്ടിന്റെ തട്ടിൽ അവൻ ഇങ്ങനെ കിടക്കാണ്. ഇപ്പൊ അവനെ ചവിട്ടി താഴെ ഇടാനായിട്ട് ചാൾസ് എണീറ്റിട്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഫിന്ന് അവന്റെ കാലിലേക്ക് തന്നെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവന്റെ കാലിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു നങ്കൂരം അത് വെള്ളത്തിൽ വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോ ആ ഒരു കടലിലേക്ക് അവനിങ്ങനെ മുങ്ങി പോവാണ്. ഈ ഒരു സമയത്ത് കാലിൽ ബുള്ളറ്റ് കൊണ്ടതിന്റെ ആ ഒരു വേദനയിൽ ചാൾസ് കിടന്ന് പൊളയുന്നുണ്ട്. ഇപ്പൊ മൈക്കിനോട് വിളിച്ചു പറയാണ്, വേഗം പോയിട്ട് ബോട്ട് സ്റ്റാർട്ട് ആക്കാൻ വേണ്ടി പറയുന്നുണ്ട്. മൈക്ക് ഓടി പോയിട്ട് ആ ഒരു ബോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് അവർ മുന്നോട്ടേക്ക് എടുത്ത് പോകുന്നുണ്ട്. ഫിന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോട്ടിൽ പിടിച്ചു നിൽക്കാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. അവന്റെ കാലിൽ ഹെവി ആയിട്ടുള്ള വെയിറ്റ് കെട്ടിയിട്ടുള്ളതുകൊണ്ട് അവനിപ്പോ ആ ഒരു ബോട്ടിൽ പിടിച്ച് കയറാനായിട്ട് പറ്റുന്നില്ല. അവൻ മെല്ലെ മെല്ലെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചാൾസും മൈക്കും കൂടിയിട്ട് ആ ഒരു ബോട്ടിൽ അവിടുന്ന് പോകുന്നുണ്ട്. ഫിന്നാണെന്നുണ്ടെങ്കിൽ കടലിന്റെ അടിത്തട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവൻ നല്ലൊരു ഡൈവർ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ ഈ ഒരു കടലിനടിയിൽ അവന് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. ഇപ്പൊ നോക്കുന്ന സമയത്ത് ഇവന്റെ കയ്യിൽ നിന്ന് വീണ് പോയിട്ടുള്ള ആ ഒരു ഗണ്ണ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഫിന്ന് മെല്ലെ ചാടി പോയിട്ട് ആ ഒരു ഗണ്ണ് എടുക്കുകയാണ്. എന്നിട്ട് അവന്റെ കാലിൽ കെട്ടിയിട്ടുള്ള ആ ഒരു ചങ്ങല വെടി വെച്ചിട്ട് അങ്ങോട്ട് പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തില് ചാവാതെ ഫിന്നിപ്പോ വെള്ളത്തിന്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ നോക്കുമ്പോഴേക്കും ആ ഒരു ബോട്ട് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാന്നൊരു പിടുത്തില്ല. ചുറ്റും നോക്കുന്ന സമയത്ത് കടല് മാത്രമേ ഇവന് കാണാനുണ്ടായിരുന്നുള്ളൂ.